ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. എളുപ്പത്തിൽ എങ്ങനെ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് കാണിക്കാവേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ സാധനമാണ് ബീഫ്. അപ്പം ഞാനൊരു 1 kg ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള പീസൊക്കെ ഉള്ള അതാണ് ബീഫ് ഫ്രൈക്ക് ഏറ്റവും നല്ലത്. നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ കൊച്ചുള്ളി. നമ്മൾ കൊച്ചുള്ളിയിലാണ് ഇത് എപ്പോഴും ഉണ്ടാക്കേണ്ടത് കേട്ടോ, സവാള യൂസ് ചെയ്യരുത്. അപ്പം കുറച്ച് വലിയ കൊച്ചുള്ളിയാണ്, അപ്പം ഞാനൊരു 10-20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളിയൊക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാൻ ചെറിയ ഉള്ളിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരുന്ന ബീഫ് നമ്മൾ കുക്കറിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കൊച്ചുള്ളിയിൽ നിന്നുമൊക്കെ പകുതി ഭാഗം വീതം ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. വേറൊന്നും ഇതിലിട്ടിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എല്ലാം കൂടി തിരുമിയെടുക്കാം നമുക്കത്. ഓക്കെ, അപ്പം ഞാനിനി ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുവാണ്. നമ്മുടെ കുക്കറിൽ സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ബീഫിൽ അത്യാവശ്യം നെയ്യുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യം വരുന്നില്ല. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം മാത്രമേ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലോട്ട് അപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ഫ്ലെയിമൊന്ന് ലോ ആക്കി കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അയ്യോ, ഒരു സംഭവം ഞാൻ ഇടാനായിട്ട് മറന്നുപോയി കേട്ടോ, തേങ്ങാക്കൊത്ത്. അതൊന്ന് ഫസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടാനായിട്ട്. കുഴപ്പമില്ല, ഞാൻ മറന്നുപോയി. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതും കൂടെ ഇടുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ആ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ട് മാത്രമേ നമുക്ക് ഇതിലേക്ക് മറ്റുള്ള മസാലപ്പൊടികൾ ചേർക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ 1-2 തവണയൊക്കെ ഇതുപോലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, എങ്കിലും കഴിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഇത് ഭയങ്കര പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും എന്നൊന്നും പറയുന്നില്ല, പക്ഷെ മോശമായിരിക്കില്ല, അതെനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം എനിക്ക് എല്ലാവരും ട്രൈ ചെയ്യണമെന്നൊന്നും പറയില്ല. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും വഴണ്ടാൽ മതി, നല്ല ബ്രൗണിഷ് കളറൊന്നും ആവണ്ട. അപ്പം കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് ചേർത്തിട്ടില്ലേ. ഇത്ര പൊടികളും കൂടി ഞാൻ മിക്സാക്കി വെച്ചിരിക്കുന്നതാണ്. ഏകദേശം 1 സ്പൂൺ മുളക് പൊടി വരും, 1.5 സ്പൂൺ മല്ലിപ്പൊടി വരും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വരും, ഗരം മസാലയും 1 ടീസ്പൂൺ വരും. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിനകത്തിട്ട് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ ബീഫൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നെയ്യൊക്കെ ഇറങ്ങി, അതുപോലെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബീഫും അതിന് കുറച്ച് വെള്ളമേ ഉള്ളൂ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നോക്കി, നല്ല നെയ്യുള്ള ഇറച്ചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്കിത് നന്നായിട്ടൊന്ന്
വരട്ടിയെടുക്കാം. ഇനി നന്നായിട്ട് ഇട്ട് ഇളക്കി വരട്ടിയെടുക്കുക. ഉപ്പ് എരിവൊക്കെ ഈ സമയത്ത് നോക്കുക. ഉപ്പ് എരിവൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിന് ഡയറക്റ്റായിട്ട് ചേർക്കരുത്. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ എരിവിനനുസരിച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത് കേട്ടോ. നല്ല രീതിക്ക് നല്ല ഒരു ഡാർക്ക് കളറിൽ കിട്ടണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നേരം അത് കുക്ക് ചെയ്യും. നിങ്ങൾക്ക് ഡാർക്ക് കളർ വേണ്ട, ഈ ഒരു പരുവം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം തന്നെ നിങ്ങൾക്ക് ഈ സമയം തന്നെ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. കണ്ടോ, ഇതാണ് നെയ്ക്കട്ട. ഓക്കെ, ഇതുപോലത്തെ പീസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും കുറവ് യൂസ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്യണേ. ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, എൻ്റെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.